ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എത്രയും സ്നേഹം നിറഞ്ഞവരെ, നോമ്പിൻ്റെ 13-ാം ദിവസമായി ഇന്ന് വിശുദ്ധ മർക്കോസ് ലേഖന സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം നമുക്ക് ധ്യാനിക്കാം. അവനോ പുറപ്പെട്ട് വളരെയേറെ പ്രസംഗിപ്പാനും വസ്തുത പ്രസിദ്ധമാക്കുവാനും തുടങ്ങി. അതിനാൽ പരസ്യമായ നഗരത്തിൽ പ്രവേശിക്കുവാൻ യേശു തമ്പുരാന് കഴിഞ്ഞില്ല. താൻ വിജന പ്രദേശത്തേക്ക് പോയി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ജനം തൻ്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. സുഖം പ്രാപിച്ചതിന് ശേഷം കുഷ്ഠരോഗിക്ക് നിശബ്ദനായിരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവൻ എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പറഞ്ഞു. ദൈവം നമ്മെ പുനഃസ്ഥാപിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നാം നമ്മുടെ സാക്ഷ്യം മറ്റുള്ളവരുമായി പങ്കിടാറുണ്ടോ? നമ്മുടെ രോഗശാന്തി നമുക്ക് വേണ്ടി മാത്രമല്ല, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനുള്ള ഒരു സാക്ഷ്യം കൂടിയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കാം, എങ്ങനെ എനിക്ക് എൻ്റെ വിശ്വാസം പങ്കിടുവാനും രോഗശാന്തി ആവശ്യമുള്ള, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആവശ്യമുള്ള, ദൈവത്തിൻ്റെ അനവരതമായ കൃപകൾ ആവശ്യമുള്ള ഒരാളെ നമ്മുടെ സാക്ഷ്യത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് കൂടുതലായി അടുപ്പിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും കഴിയും. അതിന് നമ്മുടെ നോമ്പുകാലം നമുക്ക് മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.